ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വിഭൂതി തിരുനാൾ. നെറ്റിയിൽ ചാരം പൂശി പ്രായശ്ചിത്തത്തിന്റെയും അനുതാപത്തിന്റെയും ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈശോ മിശിഹായുടെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും പിന്തുടർന്ന് പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ആർജിക്കുന്ന ദിനങ്ങളാണിവ. ഈശോ മിശിഹായുടെ ഉദ്ധാന തിരുനാളിന് ഒരുക്കമായുള്ള ദിനങ്ങളാണിത്. ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈ ഉദ്ധാന തിരുനാളിന് നമുക്ക് ഒരുങ്ങാം. ഈശോയെ സ്വന്തമാക്കാൻ, ഉദ്ധിതനെ സ്വന്തമാക്കാൻ നമ്മുടെ ജീവിതത്തെ നവീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉദ്ധിതനെ സ്വന്തമാക്കാൻ നമ്മുടെ ജീവിത നവീകരണത്തിനായി സഭ മാറ്റിവെച്ചിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇവ. ഈശോയോടൊത്ത് ആയിരിക്കുവാനാണ് സഭ നമ്മളെ ക്ഷണിക്കുന്നത്. കൂടെ വസിക്കാൻ, ഉപവസിക്കാനായിട്ടാണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതാണ് ഉപവാസം. യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നതല്ലേ ഉപവാസം? നമ്മുടെ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുന്നതല്ലേ ഉപവാസം? നമ്മുടെ ദുഷ്ടതയുടെ ബന്ധനം അഴിക്കുന്നതല്ലേ ഉപവാസം? നമ്മുടെ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതല്ലേ ഉപവാസം? ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാൻ സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ അത് അടുപ്പിക്കാൻ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളാണ് ഇവ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മനസ്സിന്റെ നവീകരണം സംഭവിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മനസ്സിന്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക്, നവീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഥാർത്ഥ നീതിയിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവത്താൽ പുതിയ സൃഷ്ടിയായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. പാപം നിറഞ്ഞ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ ക്രിസ്തുവിനെ ധരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടാകട്ടെ. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ജീവൻ നയിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. ഈ നോമ്പുകാലം നമുക്ക് ആത്മീയ ആഘോഷങ്ങളുടെ ദിവസമാണ്. ക്രിസ്തുവിലേക്ക് ഒരു പടി കൂടി അടുക്കുവാനായിട്ട് ഈ നോമ്പുകാലത്തിലെ ജീവിത രീതി നമ്മളെ സഹായിക്കട്ടെ. ജീവിത നവീകരണമാണ് സഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിന്റെ വിശുദ്ധീകരണമാണ് സഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കാം.